ഇത് നമുക്ക് എങ്ങനെ പോകുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. അറിയാവുന്നൊരു താഴത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് പോകണം. എവിടെ പോയാലും കയറാനും ഇറങ്ങാനൊക്കെ കുറേ വഴികളുണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കയറി ഇറങ്ങി പുറത്തിറങ്ങുമായിരിക്കും തോന്നുന്നു. ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ 3 ആണ്. ഡൊണിഗൽ ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. 11 മണിക്ക് വെക്കേറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പാക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഓക്ക്ഫീൽഡ് പാർക്കിലാണ്. അപ്പം നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ട്രെയിൻ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 hour കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി എല്ലാ കാര്യങ്ങളും കാണും. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട്. ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, ഇതാണ് നമുക്ക് കയറാനുള്ള എൻട്രൻസ്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചാന്ദിനി ഇവിടെ കാര്യമായിട്ട് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഒരു ഹായ് പറഞ്ഞോ. ഇവിടെ ഇങ്ങനൊരു മാപ്പ് ഉള്ളത് ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പം നമുക്ക് അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ക്ലിയർ കട്ട് വിഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചൂസ് ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പോയി നമ്മളിപ്പോൾ അകത്തോട്ട് പോകുവാണ്. പുറത്താണെങ്കിൽ നല്ല രസമുള്ള കുറേ പൂക്കളുണ്ട് കേട്ടോ. ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഈ ഒരു സ്ഥലത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിൻ ട്രിപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു 20 മിനിറ്റ്സോളം ട്രെയിനിൽ ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും ട്രെയിൻ യാത്രയിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ റെയിൽവേ ട്രാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കുട്ടി ട്രെയിനുണ്ട്, നമുക്കത് കാണാൻ പയ്യെ. ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സമ്മർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. വിൻ്റർ ആകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമാണ് സമ്മർ ടൈം. അത് ശരിക്കും തീരാറാവുന്നുണ്ട്. ഒക്ടോബറൊക്കെ ആകുമ്പോൾ വിൻ്ററിലേക്ക് കിടക്കും. പിന്നെ ഇതൊക്കെ പയ്യെ പയ്യെ കൊഴിഞ്ഞു പോകും, ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ ശരിക്കും ഒരു ശോകമുഖമായിരിക്കും അയർലൻഡ്. പക്ഷേ അതിന് മുന്നുള്ള ഒരു സമ്മർ ടൈം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ അകത്തേക്ക് പോകുവാണ്. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് നമുക്കിങ്ങനെ നടക്കാനൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി ഒരു കഫേ സെറ്റപ്പാണ്. നമുക്കിവിടെ മീൽസും കിട്ടും. മീൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മീൽസ് അല്ല, ഇവിടുത്തെ ഐറിഷ് മീൽസ് ആണ് കൂടുതലും കിട്ടുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഏരിയ കണ്ടോ, അങ്ങോട്ടൊക്കെ നടക്കാൻ വഴിയുണ്ടേ. ഗൈസ്, നമ്മൾ കയറുന്ന ട്രെയിൻ കാണിച്ചു തരാവേ. ഇതാണ് ആ ട്രെയിൻ. കുട്ടി ട്രെയിനാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കെന്തായാലും അടുത്ത് പോയിട്ട് കാണാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഗൈസ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ പെയിന്റിങ് നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രീകാന്തോ കാര്യമായിട്ട് എന്ത് വരയ്ക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം എന്താന്നുള്ളത്. എന്താ പരിപാടി? drawing competition. പിള്ളേരെ പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ നമുക്ക് കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊരു കളറിങ് സെൻസ് ഒക്കെ വെച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. പഴയകാല സ്മരണകൾ. നമുക്കിനി പ്ലേ ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവിടെ വിശദീകരിച്ചെന്ന് കാണാം. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ടൈപ്പ് ഊഞ്ഞാലാണ് കേട്ടോ. നമുക്കിതിൽ കയറിയിട്ട് ആടാൻ വേണ്ടി പറ്റും. ഇതെനിക്ക് തോന്നുന്നു വലിയവർക്കും കൂടെ ആടാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നതെന്നാണ്. സാധാരണ ഊഞ്ഞാലും ഉണ്ട് കേട്ടോ ഇവിടെ വേറെ. പിന്നെ നമുക്ക് ഈ സീസോ ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ ഒരു കുഞ്ഞു പാർക്കിലുണ്ട്. ട്രെയിനിൽ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് നടക്കാൻ വേണ്ടി പോവാം. ഒരുപാട് ദൂരമൊന്നും ഇല്ല, ഒരു ചെറിയ ഷോർട്ട് കട്ട് വഴിയുണ്ട്. അവിടെ ഒരു മെയ്സ് ഫീൽഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഈ ലെഫ്റ്റിൽ കാണുന്ന കേട്ടോ മെയ്സ് ഫീൽഡ്. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിച്ചെടുക്കണം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മെയ്സ് വഴിയാണോ ഇത് സംഭവം?
ഇത് നമുക്ക് എങ്ങനെ പോകുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. അറിയാവുന്നൊരു താഴത്തെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് പോകണം. എവിടെ പോയാലും കയറാനും ഇറങ്ങാനൊക്കെ കുറെ വഴികളുണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കയറി ഇറങ്ങി പുറത്തിറങ്ങുമായിരിക്കും തോന്നുന്നു. ആരാത്? ഈ ബാലമേലൊക്കെ വഴി കാണിച്ചു കൊടുക്കും. അയ്യോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സംഭവം കൊള്ളാം. പോസ് ചെയ്യാനൊക്കെ കൊള്ളാം അല്ലെ, വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. നല്ല സ്ഥലം. വഴിയാണോ? ഇവിടെ നമ്മൾ തിരിച്ചു പോയി, ലോക്കായി. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ലാസ്റ്റ് ആയെന്ന് തോന്നണം കേട്ടോ. അത്രേ വെള്ളം തോന്നണം അല്ലേ? എടാ എനിക്ക് മനസ്സിലായി. നമ്മള് ഇങ്ങനെ കറങ്ങിയാണ് അവിടെ എത്തിയത്. ഈ വഴി കാണിക്കുന്നൊക്കെ പണ്ടിങ്ങനെ കാണിക്കില്ലേ, ബാലരമേലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കറക്റ്റായി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാ. നമ്മൾ എങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു തോന്നുന്നു. നോക്കാം. ഇവിടെ ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ വന്ന വഴി കറക്റ്റ് ആണെന്ന്, പക്ഷെ ആ വഴി ഉണ്ടാവത്തില്ല അവിടെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ വരാന്ന്, പക്ഷെ അവിടെ വരുമ്പോഴും ക്ലോസ്ഡ് ആണ്. നോക്കട്ടെ, പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അവരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മളുടെ കെട്ടിയന്മാരുടെ. എന്തായാലും നോക്കാം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ ഫൈനലി പുറത്തേക്ക് എത്തി. പക്ഷെ രസമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാ, അല്ലേ? കൊള്ളാം. ആൻഡ് ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. എന്തായാലും ആ ഒരു മെയ്സ് ഫീൽഡ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടുത്ത പരിപാടി നമ്മുടെ ട്രെയിൻ ട്രിപ്പാണ്. അപ്പോൾ അത് ട്രെയിൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നമ്മളെ കയറ്റാൻ വേണ്ടിയിട്ട്. നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ട്രെയിനിലേക്ക് കയറാം. ഹസ്ബൻഡും കുഞ്ഞും ഓൾറെഡി ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രെയിനിൻ്റെ പ്രത്യേകതയുണ്ട്, നമുക്കിത് ലോക്ക് ചെയ്യാൻ വേണ്ടി പേഴ്സണലി പറ്റത്തില്ല. വൺസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡ്രൈവർ ലോക്ക് ചെയ്തോളും. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ട്രെയിനിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ഫുൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് നമുക്ക് സൈഡിൽ വരുന്നത്. എനിക്ക് ദൈവത്തിന് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ. കാരണം ഈ ഒരു നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ളൊരു അവസരം ദൈവം ഒരുക്കിയതിൽ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊക്കെ പോകാനുള്ളൊരു അവസരം കിട്ടിയതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇതേ നമ്മൾ ട്രെയിൻ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല വ്യൂസ് കാണാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ. അപ്പുറത്താണെങ്കിൽ മുയലൊക്കെ ഉണ്ട്. അവിടെ നോക്കി ഗൈസ്, ഒരു വൈറ്റ് കളർ ടെൻ്റാണിത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സൈഡിലൊക്കെ ആണെങ്കിലും ആൾക്കാർ താമസിക്കുന്നുണ്ടേ. ഇങ്ങനെ ഒരു വെക്കേഷൻ ഔട്ടിങ്ങിന് വന്നാണെന്ന് തോന്നുന്നു. പലയിടത്തൊക്കെ ആയിട്ടും ഈ ഒരു വൈറ്റ് കളറിലെ ടെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, ചില സ്വപ്നങ്ങൾ നമ്മൾ മറന്നുപോയാലും ദൈവം ഓർത്തു വെക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സീനറി ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അതൊക്കെ ഒരുക്കി വെച്ചു എന്ന് വേണം പറയാൻ. ഇതേ നമ്മൾ ട്രെയിൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മുടെ മെനു കാർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇവിടുത്തെ ഐറിഷ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് കേട്ടോ. ഡിന്നറല്ല, ലഞ്ചാണ് നമ്മളുടെ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ചും, പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു തരം റോളാണ് കേട്ടോ. ഒരു ഹെൽത്തി റോളാണ്. ആക്ച്വലി എനിക്ക് ബർഗർ കഴിക്കാനായിരുന്നൊരു മോഹം ഇപ്പോൾ ലഞ്ചിന്. അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഹസ്ബൻഡ് റെക്കമെൻഡേഷനാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും റെക്കമെൻഡേഷൻ വെറുതെ ആയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ടോട്ടില റാപ്പിൻ്റെ ആ ഒരു ഫ്രൈ ഉണ്ടല്ലോ, ക്രിസ്പി ടോട്ടില ഫ്രൈസ്, അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച് പ്ലേറ്റ്. ഇത് നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ.
ഈ ഒരു പ്ലേറ്റിലെ ആ ഒരു പീസിൻ്റെ ഹാഫ് ഞാൻ കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളിനി പോകുന്ന സ്ലൈഗോയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് പോവാം. ഇന്നിപ്പോൾ എന്തായാലും സൈക്കിൾ റേസിന് പോകുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റിയിട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റാറുണ്ട്. ആക്ച്വലി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് സ്ലൈഗോയിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാൻ നേരത്തെ. സ്ലൈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കൗണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ ഡണിഗൽ ട്രിപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡണിഗൽ ഒരു കൗണ്ടിയാണ്. നമ്മൾ ഈ നാട്ടിൽ തമിഴ്നാട്, കേരളം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കൗണ്ടികൾ. എനിക്ക് ഇവിടുത്തെ റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഒഴുകി പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെ കുണ്ടും കുഴിയൊന്നും പൊതുവെ കാണാറില്ല. നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ. ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ശരിക്കും ഇഷ്ടപ്പെടും ഇവിടുത്തെ. കാരണം അങ്ങനെ ഇടയ്ക്ക് കുത്തിക്കയറ്റിയുള്ള ഓടിക്കലും കാര്യങ്ങളൊന്നുമില്ല, ഹോൺ അടിക്കാറില്ല. വളരെ സമാധാനത്തോടു കൂടിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാറുള്ളത്. നമ്മൾ പറയാറില്ലേ നാട്ടിൽ ഓടിച്ച് തെളിഞ്ഞവർക്ക് ഇവിടെ ഓടിക്കാൻ വലിയ പാടുണ്ടാകത്തില്ലെന്ന്. കാര്യം ശരിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നത് അത്ര ഈസി അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കുറച്ച് കടമ്പകളുണ്ട്. ഏകദേശം 45 മിനിറ്റ്സോളം നമ്മൾ ഡ്രൈവ് ചെയ്ത് കാണിക്കേണ്ടി വരും. അതിലെല്ലാ രീതികളും ഉണ്ടാവും. റൗണ്ട് അബൌട്ട് ഉണ്ടാവും, സിഗ്നൽ ഉണ്ടാവും. പല ഗ്രേഡ്സ് മിസ്റ്റേക്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ പോകും. ഗ്രേഡ് 3 മിസ്റ്റേക്ക് കുറച്ച് മേജറാണ്. അതുകൊണ്ട് തന്നെ അതൊരു തവണ വന്നാൽ പോലും നമ്മൾ ഫെയിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഒരു അമ്മച്ചിയോ ഒരു അപ്പച്ചനോ വരെ നമ്മൾ കണ്ടില്ല, നമ്മൾ കാണാണ്ട് റിവേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫെയിലായി പോകും. അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ക്ലിയർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് അയർലൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഒരു കടമ്പ തന്നെയാണ്. ഈ പോകുന്ന വഴിക്ക് നോക്കിക്കേ സൈഡിലാണെങ്കിലും ചെമ്മരിയാടുകൾ മേയുന്നത് കാണാൻ വേണ്ടി പറ്റുവേ. നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനമാവും കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നമ്മൾ മിക്കപ്പോഴും പുറത്തിറങ്ങി കഴിയുമ്പോൾ മഴവില്ല് കാണാൻ വേണ്ടി പറ്റുവേ. നമുക്ക് കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് അറിവുകളും കിട്ടും, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. എന്തായാലും നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മുടെ വൈബിനൊത്ത 2 ഫാമിലിയാണ്. ഏകദേശം സെയിം പ്രായമാണ് കേട്ടോ. അതിനൊക്കെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ആ ഒരു സെയിം വൈബൊക്കെ സെറ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത് വലിയ ദൈവകൃപയാണ്. ആ ദൂരെ കാണുന്ന മല കണ്ടോ? അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ശരിക്കും എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നമ്മൾ ഈ പരുന്തുംപാറയില്ലേ നാട്ടിലുള്ള, അതാണ് തോന്നിയത്. നമ്മുടെ ലൈഫ് കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്ന് എപ്പോഴാണെന്നറിയാമോ? നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുമ്പോൾ. തീർച്ചയായിട്ടും അങ്ങനൊരു ശീലം ഇല്ലെങ്കിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കൂടെ നന്ദി പറയുന്ന ശീലമുള്ളവരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വന്നു വരും. മഴ എന്തേ പെയ്തില്ല എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്തേ ആളെത്തിയല്ലോ. നമുക്ക് പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. സൈഡിൽ കാണുന്ന ഈ മരങ്ങളൊക്കെ ആണെങ്കിലും നല്ല രസമില്ലേ? വിൻ്റർ ടൈമിൽ ഈ മരങ്ങളുടെയൊക്കെ മേലിൽ മഞ്ഞുതുള്ളികൾ ഉണ്ടാകുവേ. പക്ഷെ സമ്മർ ആയതുകൊണ്ടാണ് ഇത്ര ഗ്രീനായിട്ട് കാണാൻ പറ്റുന്നത്. വിൻ്റർ ആകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവേ. പോകുന്ന വഴിക്കുള്ള വ്യൂ അടിപൊളിയല്ലേ? എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു മരങ്ങളുടെ നടുക്കൂടെയുള്ള ഈ ഒരു റോഡും അതും ഭയങ്കര സ്മൂത്തായിട്ടാണ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ഒലച്ചിലും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്രീൻ ലാൻഡാണ്. അപ്പുറവും ഇപ്പുറവും കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും വേർത്തായി പോയി ഈ ഒരു ട്രാവൽ. കാരണം ഞാൻ അയർലൻഡിൽ വന്നിട്ട് ഇത്ര നാളായെങ്കിലും നല്ലൊരു ട്രിപ്പിന് പോയത് ശരിക്കും ഇപ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മലയുടെ അടിവാരത്തൊക്കെ ചെമ്മരിയാടുകൾ മേയുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത് പോയിട്ട് കാര്യമായിട്ട് എൻജോയ് ചെയ്യണം ഈ ഒരു പ്രകൃതി. ശരിക്കും ക്യാമറയിൽ കാണുന്നതിനേക്കാളൊക്കെ അടിപൊളിയാണ് നേരിട്ട് കാണാൻ. ഗൈസ് ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് ക്യാസിൽ പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ചുറ്റിലും മലയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കിടിലൻ വ്യൂ. ഞാൻ സത്യത്തിൽ കുറേ നാളായി ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ട്. നാട്ടിലാണെങ്കിലും എനിക്ക് അങ്ങനെ കാണാനുള്ള ഓപ്ഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി കേട്ടോ. ഇവിടെ നമുക്ക് കാണാനാണെങ്കിൽ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുഞ്ഞൊരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. സൂപ്പറാണ്. പിന്നെ ഒരു ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. ഇത്രയും നേരം വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു മഴയുണ്ട്. എന്നാലും ഓക്കെയാണ് കേട്ടോ. അപ്പം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ചൂടുമില്ല, ഒത്തിരി തണുപ്പുമില്ല.
ഗൈസ് അടിപൊളി സ്പോട്ടാണ് കേട്ടോ, ശരിക്കും വേർത്തായി പോയിട്ട് വന്നത്. അവിടെ ഒരു കുഞ്ഞ് അരുവിയൊക്കെ ഉണ്ട്, കണ്ടോ? നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ, അങ്ങോട്ടൊക്കെ റോഡുണ്ടേ. എന്തായാലും നമുക്ക് പയ്യെ പയ്യെ ഓരോന്ന് കണ്ടോണ്ട് പോവാം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ചുറ്റിലും മലയാണ്, പിന്നെ ദേ അവിടെ ഒരു അരുവിയുണ്ട്, പിന്നെ ദേ ഇവിടെയാണെങ്കിൽ ചെമ്മരിയാടുകൾക്ക് മേയുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇവിടെ മൊത്തം മലയാണ്. പിന്നെ അവിടെ ഒരു കുഞ്ഞരുവിയുണ്ട്, പിന്നെ അവിടെയുണ്ട്, പിന്നെ അവിടെയുണ്ട്, പിന്നെ ഇവിടെ നിറച്ച് ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ അവിടെയൊക്കെ ആണെങ്കിലും ചെമ്മരിയാടുകൾ മേയുന്നുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു ക്യാസിൽ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പക്ഷെ ഒരു അടിപൊളി വൈബ് സ്ഥലം, അയർലൻഡിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എനിക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. മഴ ഒരു ചെറുതായിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഓക്കെയാണ്, ഭയങ്കര ഹെവി മഴയൊന്നുമില്ല. പിന്നെ വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെയിലൊന്നും മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ മൊത്തത്തിൽ. നല്ലൊരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട് മൊത്തത്തിൽ പറയാനാണെങ്കിൽ. നമ്മളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയുടെ. അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. മേളിലാണെങ്കിൽ ആ ഒരു മൂടൽമഞ്ഞും കൂടെ ആയപ്പം കിഡിലോസ്കി വ്യൂ ആണ്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു ക്യാസിൽ. ഇതൊരു തകർന്നു പോയ ക്യാസിലാണ്, പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫോഗ് ഉണ്ടെന്നുള്ളത്, കണ്ടില്ലേ? മേളിൽ മൊത്തം മൂടൽമഞ്ഞാണ്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മളുടെ കുറച്ച് സ്റ്റിൽസും കൂടി എടുക്കണമല്ലോ. അപ്പം ഞാൻ കാര്യമായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. ആരും എടുത്തു തന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പോസ് ചെയ്യണം. എനിവേ, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ദിസ് വണ്ടർഫുൾ മൊമെൻറ്റ്. കാരണം അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ പോകുവാണ്. നമ്മളുടെ സ്വന്തം കൗണ്ടിയിലേക്ക് പോവുകയാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട് പുറത്ത്, എന്നാലും നമ്മളുടെ ത്രൂ ഔട്ട് ട്രിപ്പ് നന്നായിട്ട് തന്നെ പോയി. കാര്യമായ മഴക്കോളൊന്നും ഉണ്ടായില്ല. ഈ അവസാന നിമിഷമുള്ള ഈ ഒരു ചെറിയ മഴ ഒഴിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് ത്രൂ ഔട്ട് ഫുൾ പവർ ആയിരുന്നു. ഇടയ്ക്കിതേ ആ ഒരു മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് കൂടുതലും മഴവില്ലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ കാണാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു മല കാണാൻ നല്ല ഭംഗിയില്ലേ? അതിന്റെ മേൽഭാഗത്തൊരു ഡാർക്ക് ഗ്രീൻ കളറും അതുപോലെ താഴത്തായിട്ട് ലൈറ്റ് ഗ്രീൻ കളറുമാണ്. ആകാശം വീണ്ടും തെളിഞ്ഞിട്ടുണ്ട്, വെയിലൊക്കെ വന്നിട്ടുണ്ട്, ആ മഴയൊക്കെ അങ്ങ് മാറി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരം പൂക്കൾ നമുക്ക് വഴിയോരങ്ങളിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റുവേ. അത് സമ്മർ ടൈമിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. സമ്മറെല്ലാം കഴിഞ്ഞ് വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പൂക്കളുണ്ടായിരുന്നോ നമുക്ക് തോന്നിപ്പോവും, കാരണം അതിൻ്റെ പൊടി പോലും ഉണ്ടാവത്തില്ല. പിന്നെ കുറേ വൈൽഡ് ഫ്ലവേഴ്സും വഴിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റുവേ. നമുക്കാണെങ്കിൽ വീടുകളിൽ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ പാക്കറ്റുകൾ കിട്ടും കേട്ടോ കടകളിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ ചുമ്മാ വീട്ടിൽ കൊണ്ടുവന്ന് ചുമ്മാ വെതറിയാൽ മതി. കുറച്ച് നനച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ പൊട്ടിമുളച്ച് പലതരത്തിലുള്ള പൂക്കൾ വരുവേ. പക്ഷേ ഈ പറയുന്ന പോലെ ഈ പൂക്കളുടെ കാലാവധിയൊക്കെ കുറച്ച് നാളത്തേക്കേ ഉണ്ടാവത്തുള്ളൂ. ഒക്ടോബറൊക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാം കൊഴിഞ്ഞു പോയി തുടങ്ങും, കാരണം അപ്പോഴത്തേക്കും വിൻ്ററിൻ്റെ വരവായി. പിന്നെ ഒരു 6 മാസത്തേക്ക് പൂക്കളുമില്ല, ഒന്നുമില്ല, ആകെപ്പാടെ ശോകമുഖമായ അവസ്ഥയായിരിക്കും. ഇനി കുറച്ചും കൂടി ട്രാവൽ ചെയ്താൽ മതി, അപ്പോഴത്തേക്കും നമ്മൾ ഗോൾവേയിലെത്തും. കുറച്ചധികം ദൂരമായി നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്ലൈഗോന്ന് ഗോൾവേയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു തുടങ്ങി. ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിന്നറിൻ്റെ സമയമായി. അപ്പോൾ നമുക്ക് ഗോൾവേയിലെത്തിയിട്ട് ഏതെങ്കിലും കടയിൽ കയറി ഫുഡ് വാങ്ങിച്ച് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ സൂപ്പർ മാക്സിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സൂപ്പർ മാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കടയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡ് കിട്ടുന്ന, ചിക്കനൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്നാ വല്ല ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ മാക്സ് എന്ന് പറഞ്ഞ കട. ഇവിടെ നമുക്ക് പല വെറൈറ്റി ഐറ്റംസ് കിട്ടും. അവിടെ കാണുന്ന ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. നമ്മളാണെങ്കിൽ കോക്കും
പിന്നെ ബർഗറും പിന്നെ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ബർഗർ കഴിക്കാൻ പറ്റാത്തവരുള്ള സങ്കടം നമ്മളിപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുവാണ് ബർഗർ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ 3 ഫാമിലിയും 3 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സ്ഥലം കുറച്ചുള്ളിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് അവരോടെല്ലാം ബൈ ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ നമുക്കിനി എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അടിപൊളി ട്രിപ്പായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. ഫ്രണ്ട്സ് കൂടെ ഇപ്പോൾ അടിപൊളി വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്തു, നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് മഴ പെയ്തെങ്കിലും ബാക്കി ഫുള്ളും അടിപൊളിയായിരുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ. അപ്പോൾ അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് ചോട്ടിക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, and Sannu signing off.